ഇതുണ്ട്, ഇതിനകത്ത് കൊടുത്തോ. ഒന്നാം വായനക്കാരൻ വലതുവശത്തുള്ള പ്രഘോഷണപീഠത്തിങ്കൽ ചെന്ന് പഴയ നിയമ പ്രഘോഷണ ഗ്രന്ഥം എടുക്കുന്നു, ജനങ്ങൾക്ക് അഭിമുഖമായെന്ന് പറയുന്നു. വലതുവശത്ത് ഒന്നാം വായനക്കാരൻ നിങ്ങളുടെ വലതുവശത്ത്, അച്ഛൻ്റെ വലതുവശമല്ല, നിങ്ങളുടെ വലതുവശം ഈ വശത്ത് വരും. പഴയ നിയമം ഈ വശത്ത്, അതായത് ജനങ്ങൾ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നതിൻ്റെ വലത്തെ എടുത്തെന്നുള്ള രീതിയിലാണ് കുർബാന പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്. ഇവിടെ പഴയ നിയമം, ഇവിടെ ലേഖനം. അതിന് മുമ്പിലത്തെ തക്സയിൽ 2 രീതിയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരേ രീതി പാറ്റേണിൽ തന്നെ ആയിരുന്നില്ല കൊടുത്തിരുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ തക്സയിൽ മൊത്തം ജനങ്ങളുടെ ആയിട്ടാണ് കൊടുത്തത്. ഇല്ല. അപ്പോൾ ഒന്നാം വലതുവശത്തുള്ള പ്രഘോഷണ പീഠത്തിങ്കൽ ഇവിടെ വന്ന് പഴയ നിയമം വായിക്കുന്നു. വലത്തെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നിങ്ങളുടെ വലതുവശത്ത്, ഇപ്പം എൻ്റെ ഇടതുവശത്തായിട്ട് വരും. പഴയ നിയമം. അതേസമയം ലേഖനം എവിടെയാണ്? ജനങ്ങളുടെ ഇടത്തുവശത്ത്, ഇവിടെ വരും. അതായത് ബലിപീഠത്തിൽ നിന്ന് നോക്കുമ്പോൾ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് നിന്ന് ലേഖനം വായിക്കുന്നു. ബലിപീഠത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ, അല്ലേ? ശരിയല്ലേ? നിങ്ങളെ നോക്കുമ്പോൾ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് നിന്നാണ് ലേഖനം വായിക്കുന്നത്. ഇവിടെ നിന്ന് പഴയ നിയമം. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ലേഖനം വരുന്നതെന്നുള്ള ഒരു സൂചനയാണ് വലതുവശം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ബലിപീഠത്തിൻ്റെ വലത്താണ്, അവിടെയാണല്ലോ സുവിശേഷം ഇരിക്കുന്നത്. ഏതാ? നിങ്ങളുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ തിരിഞ്ഞു വരും എന്നോ. അതായത് ധൂപം തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് തുടങ്ങി അല്ല, ഇവിടെ ധൂപം ഇവിടെ വരുമ്പോൾ ഇവിടെയാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ബലിപീഠത്തിൻ്റെ വലതുവശത്ത് നിന്ന് തുടങ്ങുന്നു. ഈ സൈഡിലാണ് വരുന്നത്, ഈ സൈഡിൽ വരുന്നു. അതായത് ലേഖനം വായിക്കുന്ന സൈഡിൽ വരുന്നു. അതെ, അവിടെയാണ്. ഓക്കെ. പിന്നെ ഇതിനെല്ലാം ഇപ്പോൾ കുരിശ് വരയ്ക്കുന്നത് പോലും നമുക്ക് അല്പം വ്യത്യാസങ്ങളുണ്ട്. നമുക്കൊരു പാരമ്പര്യമുള്ളൂ, 2 പാരമ്പര്യം. 2 ആകാമെന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. കാർമ്മികൻ തൻ്റെ മേൽ കുരിശു വരയ്ക്കുമ്പോൾ താഴെ പറയുന്ന ക്രമം പാലിക്കണം. വലതു കൈ ശിരസിന് മുകളിൽ കാണത്തക്ക ഉയർത്തി ഉള്ളംകൈ നെറ്റിയിൽ വയ്ക്കണം.
ഇപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ കൈ നെഞ്ചിന് താഴെ വരണം. അതായത് ഇപ്പോഴും നെഞ്ചിന് താഴെ താഴ്ത്തുകയും, എപ്പോഴും എന്ന് ചൊല്ലുമ്പോൾ വലത്തെ തോൾ വരെയും, എന്നേക്കും എന്ന് ചൊല്ലുമ്പോൾ ഇടത്തെ തോളിൻ്റെ വരെയും കൊണ്ടുവരണം എന്നാണ്. വലത്തെ തോൾ. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പുത്രൻ എവിടെ വരണ്ടേ? പുത്രൻ വരുന്നത് വാസ്തവത്തിൽ ഇവിടെയാണ്. അല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പിതാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും, പുത്രൻ വലത്തെ തോളില, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അതായത് നന്മ കൊണ്ട് തിന്മയെ പരാജയപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ. അതെ. ഏതാ? അത് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും നമ്മുടെ അതെ നമ്മൾ ആ രീതിയിലാണ് പഠിച്ചേക്കുന്നത്. പക്ഷേ തക്സയിൽ കൊടുത്തേക്കണത് തിരിച്ചാ. കുർബാന തക്സയിലേ ഇതാണ് എല്ലായിടത്തും അത് തന്നെയാ. അത് ശരിയാ. അത് നമ്മളെ തന്നെ ഈ പിതാവിനും പുത്രനും വയ്ക്കുമ്പോഴാണ് ഇതിനകത്ത് തക്സയിൽ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്. ഈ കുർബാന പുസ്തകത്തിലേ അത് ഇതെല്ലാം പൗരസ്ത്യ പാശ്ചാത്യ വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസം മനസ്സിലായി, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. പക്ഷേ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ വേണമെങ്കിൽ, പക്ഷെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ആ ആ അവരാ രീതിയിൽ, അത് പൗരസ്ത്യ രീതിയല്ല, പാശ്ചാത്യ രീതിയാണ്. നമ്മൾ വേറെ രീതിയിൽ പരിശീലിച്ചിരിക്കുന്നു. ഏതാ? എല്ലാ സഭകളും അവരുടേതായ രീതിയിൽ അല്പാൽപ്പം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് അവരെ പഠിപ്പിക്കുന്നു, അതനുസരിച്ച് അവർ അനുഷ്ഠിക്കും. ഓക്കെ. ഇനി അടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് വായിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചകൾ വേറെ രീതിയിലേക്ക് മാറിപ്പോയതാണ്. ഇനി അടുത്തത് നിയമഗ്രന്ഥവും പ്രവാചക ഗ്രന്ഥങ്ങളും. നിയമഗ്രന്ഥം പുതിയ നിയമത്തിൽ ഈശോ പല പ്രാവശ്യം ധരിച്ചിട്ടുണ്ട്. ലൂക്ക 24:27 പ്രപഞ്ച സൃഷ്ടി, ലോകസ്ഥാപനം, പഞ്ചഗ്രന്ഥികൾ, നിയമഗ്രന്ഥം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രവാചഗ്രന്ഥം. പ്രവാചഗ്രന്ഥം പഴയ നിയമം അനുസരിച്ച് ദൈവജനതയെ പ്രവാചകന്മാരെക്കുറിച്ചുള്ള സൂചനയാണ്. പ്രവാചകന്മാരെക്കുറിച്ചും ലൂക്ക 4:18 ഇങ്ങനെ സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്നത് പ്രവാചകഗ്രന്ഥങ്ങൾ. അതിൻ്റെ മറുപടി വാസ്തവത്തിൽ ഒന്നാമത്തെ വായന കഴിയുമ്പോൾ മറുപടി ഇല്ല. രണ്ടാമത്തെ വായന കഴിയുമ്പോഴാണ്
ദൈവമായ കർത്താവിന് സ്തുതി. അത് ഒറ്റ യൂണിറ്റായിട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ വായന കഴിയുമ്പോൾ പ്രത്യേകം മറുപടി. നമ്മുടെ കുർബാന പുസ്തകത്തിൽ നോക്കിക്കോ, കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? കുർബാന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഒന്നാമത്തെ കുർബാന പുസ്തകം ഇല്ല, ഒന്നും പറയുന്നില്ല. കാരണം നിയമവും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു യൂണിറ്റായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തേന് മറുപടി ഇല്ലാത്തത്. അതെ, അതുപോലെ വായിക്കുന്നു. ആശീർവാദം വാങ്ങുന്നുണ്ട്. അതെ, ഇത്രയും നാളും ഗുരു ആശീർവദിക്കണമെന്ന് പറഞ്ഞു, അത് മാറ്റി കർത്താവ് ആശീർവദിക്കും. കാരണം ബാറക്ക് മാർന്ന് കിടക്കണം. മാർന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുരു എന്നല്ല, കർത്താവെന്നാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നുള്ളൂ, ഗുരു. ഇത് കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ്, കർത്താവെ ആശീർവദിക്കണേ എന്നുള്ള അർത്ഥത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മാറ്റാൻ അവകാശം ഇല്ല നമുക്ക്. നമ്മൾ ആരോടാണേലും കർത്താവെ ആശീർവദിക്കും. അതെ അതെ തന്നെ. അങ്ങനെയൊക്കെ ഓരോരുത്തർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും ഇനിയില്ല. ഇനിയിപ്പോൾ ആര് വന്നാലും കർത്താവെ ആശീർവദിക്കുന്നു ചൊല്ലിയാൽ മതി. അർത്ഥത്തിലാണ് അതിന് ചേർത്തത്. പക്ഷേ ഗുരുവും കർത്താവും നഥാനിയേൽ ഈശോയെ വിളിക്കുന്നുണ്ട് ഗുരു. അതെ, അത് ടീച്ചറിനുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ കർത്താവ് എൻ്റെ വിവർത്തനം വരുമ്പോൾ കൃത്യം ബാറക്കുമാറിൻ്റെ അർത്ഥം കർത്താവെന്ന് തന്നെയാണ്, മാറെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് പിന്നെ പ്രകീർത്തനമാണ്. ശൂറായ അല്ലേ? ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ഒക്കെ ശൂറായ ആലപിക്കാൻ എഴുന്നേൽ പ്രകീർത്തനം, അമ്പരമനവരതം. അത് പ്രോപ്രിയ അനുസരിച്ചുമുണ്ട്. ഓരോ കാലഘട്ടം അനുസരിച്ച് ഇപ്പോൾ സങ്കീർത്തനം മാറി വരുന്ന പോലെയുള്ള ഒന്നാണ് ഒനിസാദ് കങ്കെ മാറി വരുന്നത് പോലെ തന്നെയാണ് പ്രകീർത്തനവും. കാലങ്ങളനുസരിച്ചും തിരുനാളുകളനുസരിച്ചും മാറി വരുന്നതാണ് ഈ പറഞ്ഞ പ്രകീർത്തനം അഥവാ ശൂറായ. ഇപ്പോൾ ഒരു സ്റ്റാൻസ കുറച്ചിട്ടുണ്ട്. ഒത്തിരി ദൈർഘ്യം ഉണ്ടായിരുന്നു. പിന്നെ അതായാലും പലരും പാടുന്നുമില്ല, അതുകൊണ്ട് കുറച്ചാണത്. ശൂറായ ലേഖനത്തിന് മുമ്പുള്ള കീർത്തനമാണല്ലോ ഇത്. ശൂറായ ഇത് ജ്യൂസിൻ്റെ പാരമ്പര്യം എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഇത് കാരണം അതെ ലേഖനത്തിനുള്ള ഒരുക്കം എന്നുള്ള രീതിയിലാണ് ഇത് നിലകൊള്ളുന്നത്. ഇത് എഴുന്നേറ്റ് എന്ന് പാടണമെന്നാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽപ്പിൻ്റെ ഗീതം എന്നും കൂടിയാണ് ഇത് പറയുന്നത്. കാരണം രണ്ട് വായനകൾ പഴയ നിയമം രണ്ടും ഇരുന്ന് ശ്രവിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് ഇത് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആഹ്വാനം ഇപ്പം അത് ഐച്ഛികമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇരുന്നും അത് ശ്രവിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കുർബാന പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ വായന ലേഖനത്തിന് മുമ്പുള്ള ഒനിസാദ്, പിന്നെ ഏതാണ് വ്യാഖ്യാന ഗീതമുണ്ട് ലേഖനത്തിന് മുമ്പ്. പിന്നെ ലേഖനം ആണ് വെച്ചാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഈശോയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ്. ഓരോ സഭകൾക്ക് നൽകിയ പ്രബോധനങ്ങൾ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഉദ്ഘോഷണങ്ങളും പഠിപ്പിക്കലുകളുമാണ് ഓരോ സഭകൾക്ക് എഴുതിയ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളാണ് പ്രധാനമായിട്ടും കുർബാനയിൽ വായിക്കുന്നത്. പൗലോസ്ലീഹ ഓരോ സഭകൾക്കും അവരെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കാനും വിശ്വാസത്തിൽ
നിലനിർത്താനും ഒക്കെ ആയിട്ടാണ് ഈ പ്രകാരം ലേഖനങ്ങൾ എഴുതിയത്. അതാണ് നമ്മൾ വായിക്കുന്നത്. ഇതിന് ശ്ലീഹന്മാരുടെ ശ്ലീഹ എന്നാണ് പറയുന്നത്. അതായത് ശ്ലീഹ എന്ന് പറഞ്ഞാൽ ശ്ലാഘ അയക്കപ്പെട്ടവൻ എന്നാണ് എൻ്റെ അർത്ഥം. ശ്ലീഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ ലേഖനം പൊതുവെ ലേഖന വായന ശ്ലീഹ എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിനുള്ള വായന എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ശ്ലീഹ. സുവിശേഷ വായനയുടെ സമയത്ത് ഈശോയാണ് സംസാരിക്കുന്നതെങ്കിൽ ലേഖന വായന സമയത്ത് ശ്ലീഹന്മാരിലൂടെയാണ് ഈശോ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് യോഹന്നാൻ മാംദാന ഈശോയ്ക്ക് വഴിയൊരുക്കിയതുപോലെയാണ് ലേഖന വായന സുവിശേഷ വായനയ്ക്ക് വഴിയൊരുക്കുന്നത്. ഇത് ബേമയുടെ വലതുവശത്ത് നിന്നാണ് വായിക്കേണ്ടത്. അതായത് നിങ്ങളുടെ വലതുവശത്ത് നിന്ന് ഈ സൈഡിൽ നിന്ന് വായിക്കണം. വലതുവശത്ത് നിന്നാണ് ലേഖനം വായിക്കുന്നത്. ഏതാ? ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ഏതാ? അതായത് പഴയ നിയമം ഈ വശത്ത്, ഇത് നിങ്ങളുടെ ഇടതുവശത്ത് നിന്ന് ലേഖനം വായിക്കണം. അതിന് പൊസിഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം പല പള്ളികളിലും പല രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതായത് രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ എന്നുള്ളൂ, എപ്പിസൽസ് ആൻഡ് ലെറ്റേഴ്സ്, ലേഖനമല്ല. നടപടി ലേഖന അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന് അത് ഉയിർപ്പ് കാലത്താണ് വരുള്ളൂ. ഉയിർപ്പ് കാലത്ത് അത് പ്രത്യേകം നിശ്ചയിച്ചേക്കണതാണ്. ഉയിർപ്പ് കാലത്ത് അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്നും വരാം ലേഖന വായനയായിട്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന് വരാം. അതേസമയം നോമ്പ് കാലത്ത് അത് പഴയ നിയമമായിട്ടും വരാം. പഴയ നിയമമായിട്ടും വരുന്നുണ്ട്. കാരണം ഈ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് അപ്പസ്തോല പ്രവർത്തനം എന്നുള്ളത്. അതെ, ഉവ്വ. എവിടെ? ഇപ്പം അങ്ങനെ വ്യത്യാസമില്ല. അതെ അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. ബ്ലസ് മീ ലോഡ്. മലയാളത്തിലായിരുന്നു ആ വ്യത്യാസം വന്നത്. അത് ബാറക് മാർന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷനിൽ വന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഒറിജിനൽ മൂലത്തോട് അത് കൂടുതൽ വിശ്വസ്തത പുലർത്തുന്ന രീതിയിലാക്കിയെന്ന് മാത്രം മലയാളത്തിൽ.
സമയമായി അല്ലേ? പിന്നെ ലേഖനം കഴിഞ്ഞ് സുവിശേഷം അതിങ്ങടെ തീരില്ലായിരിക്കും. തീരുമോ? പിന്നെ സുവിശേഷ ഗീതം ഹല്ലേലൂയ സൂമാറ എന്നുള്ള ഹല്ലേലൂയ ഗീതം. ആ താതിനും അതുപോലോ? ആ പ്രദക്ഷിണ സമയത്ത് മണികിരിക്കാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം മുതലേ